പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ഒന്നാം വായനയിൽ നാം കാണുന്നത് മോശ ജനങ്ങളോട് പുരോഹിതൻ നിങ്ങൾ ദൈവത്തിന് നന്ദി സൂചകമായി സമർപ്പിക്കുവാൻ കൊണ്ടുവന്ന കുട്ടയും സാധനങ്ങളും കർത്താവിൻ്റെ ബലിപീഠത്തിൻ്റെ മുൻപിൽ വയ്ക്കട്ടെ. കാരണം ദൈവം നിങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ വലിയ ഒരു ജനതയാക്കി. എന്നാൽ പിന്നീട് അവർക്ക് ക്ലേശങ്ങൾ സഹിക്കേണ്ടി വന്നു. കർത്താവ് അവരുടെ നിലവിളി കേട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് മോചിപ്പിച്ചു. അതിൻ്റെ കൃതജ്ഞതാ ബലിയുടെ ഭാഗമായി കുട്ട നിന്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ വച്ച് അവിടുത്തെ ആരാധിക്കണം. നമ്മുടെ ജീവിതത്തിലും എത്രയോ അനുഗ്രഹങ്ങൾ ദൈവം ചൊരിഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ദൈവത്തോട് നന്ദി പ്രകാശിപ്പിക്കാം. നമ്മുടെ സമ്പത്ത് ദൈവിക കാര്യങ്ങൾക്കായും നൽകാം. ഇന്നത്തെ രണ്ടാം വായനയിൽ വിശുദ്ധ പൗലോസ് പറയുന്നു, വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, വചനം നിങ്ങൾക്ക് സമീപസ്ഥമാണ്, നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഗ്രീക്കുകാരനും യഹൂദരനും തമ്മിൽ വ്യത്യാസമില്ല. ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. വചനം വായിക്കാം, ധ്യാനിക്കാം, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. യേശു കർത്താവാണെന്ന് നമുക്ക് ഏറ്റുപറയാം. ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ നാം ദൃഢമായി വിശ്വസിക്കാം. അങ്ങനെ മറ്റുള്ളവരോടും വചനം പ്രഘോഷിച്ച് നമുക്ക് മറ്റുള്ളവർക്കും രക്ഷ ലഭിക്കുന്നതിന് വഴിയൊരുക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി ജോർദാനിൽ നിന്നും മടങ്ങി. ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവസാനം അവന് വിശന്നു. പിശാച് യേശുവിനോട് പറയുന്നുണ്ട്, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. യേശു അവനോട് പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പിശാചാവിനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റേതാകും. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി ദേവാലയ ഗോപുരത്തിൻ്റെ ശൃംഗത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ നിന്നും താഴേക്ക് ചാടുക. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടിരിക്കുന്നു. പിശാച് പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ച് യേശുവിനെ വിട്ടുപോയി. നോമ്പുകാലത്തിലായിരിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദാനധർമ്മത്തിലൂടെയും ദൈവത്തെ സന്തോഷിപ്പിക്കാം. എല്ലാ സ്വാർത്ഥതയും അധികാരമോഹങ്ങളും ദ്രവ്യാസക്തിയും വെടിയാം. യേശുവിൽ ആഴമായി വിശ്വസിച്ച് കൃപകൾ പ്രാപിക്കാം. വചനത്തിൽ ആഴപ്പെടാം. അപ്പോൾ
പ്രലോഭനങ്ങൾ തരണം ചെയ്യുവാനും സാധിക്കും. പുണ്യങ്ങൾ അഭ്യസിച്ചുകൊണ്ട് ജീവിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.